الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ സദാ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചൂട് അതിശക്തമായി തുടരുകയാണ്. മുമ്പെങ്ങും നാമൊന്നും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ, അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ, വിദേശത്തൊക്കെ അനുഭവപ്പെടുന്ന രൂപത്തിൽ എന്ന് പറയത്തക്ക വിധത്തിൽ ശക്തമായ ചൂട് അനുഭവിക്കുന്നവരാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും. ചൂടത്ത് ജോലി ചെയ്യുന്ന ആളുകളിൽ പലർക്കും സൂര്യതാപമേറ്റു എന്നും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളുടെ മാധ്യമങ്ങളിലൂടെ നാം ഓരോരുത്തരും കണ്ടതാണ്. അതിരൂക്ഷമായ ചൂടായിരിക്കും വരും വർഷങ്ങളിൽ ഉണ്ടാവുക. തണുപ്പും അതിരൂക്ഷമായ തണുപ്പായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ
ശാസ്ത്രലോകം അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മോട് പറയുന്നുണ്ട്, വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മെ അറിയിച്ചു തരുന്നുണ്ട്. ഇത്തരം ചൂടും തണുപ്പും ഒക്കെ വിദേശ രാജ്യങ്ങളിലാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ നാം താമസിക്കുന്ന കേരളത്തിലും ഈ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കേവലം ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിയുടെ വികൃതികൾ എന്നൊക്കെ പറഞ്ഞ്, പ്രകൃതിയുടെ മാറ്റം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നതിനപ്പുറത്ത് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ ഇതിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചൂടുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഖുർആനും ഹദീസുമൊക്കെ ചില ചൂടുകളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ചൂട് ഈ രൂപത്തിൽ വരാനുള്ള കാരണം, അതല്ലെങ്കിൽ ഭൂമിയിൽ ചൂടിന് കാരണമായി ഭവിക്കുന്ന സൂര്യനെയുമൊക്കെ സംവിധാനിച്ചിരിക്കുന്നത് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാം അധ്യായം അതിലെ 33-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ, രാപ്പകലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. വശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സംവിധാനിച്ചിരിക്കുന്നതും അവനാണ്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അതൊക്കെ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടോ. സൂര്യനൊരു ഭ്രമണപഥമുണ്ട്, ചന്ദ്രന് മറ്റൊരു ഭ്രമണപഥമുണ്ട്, അത് അവയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ. രാത്രി മറഞ്ഞു പോകുന്നു, പകൽ നമ്മിലേക്ക് പ്രവേശിക്കുന്നു. പകല് പോകുമ്പോൾ രാത്രി നമ്മിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെയൊന്നും പിന്നിൽ നമ്മുടെ കൈകടത്തലുകളില്ലാതെ കൃത്യമായ നിയന്ത്രണത്തോടുകൂടെ, അതിൻ്റേതായ കാലക്രമത്തോടുകൂടെ അതൊക്കെ സംവിധാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വശംസ വൽ ഖമറ വന്നുജൂമ മുസഖ്ഖറാത്തിൻ ബിഅംരിഹി, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതൊക്കെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ്, അവൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ടാണ്. അവനാണ് അവയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഭൂമി ലോകത്ത് മനുഷ്യർ ജീവിക്കുമ്പോൾ, മനുഷ്യർ മാത്രമല്ല, ഒരുപാട് സൃഷ്ടിജാലങ്ങൾ ജീവിക്കുന്നു ഈ ഭൂമിയിൽ. അതിലെല്ലാം ജീവിക്കാനുള്ള വാസയോഗ്യമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സംവിധാനിച്ചത്. ഭൂമിയെ മാത്രമല്ല, ഭൂമിയിലേക്ക് ചൂട് നൽകുന്ന സൂര്യനെയും. അറിഞ്ഞിടത്തോളം 15 കോടി കിലോമീറ്റർ അകലെയാണ് നമ്മിൽ നിന്നും സൂര്യൻ ഇന്ന് നിൽക്കുന്നത് എന്നാണ്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ഇന്ന് നിലനിൽക്കുന്നത്. ആ സൂര്യനെങ്ങാനും അല്പമൊന്ന് താഴെയായിരുന്നുവെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ശാസ്ത്രലോകം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അസഹ്യമായ ചൂടുകൊണ്ട് മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ ഇവിടെ ജീവിക്കാൻ സാധ്യമായിരുന്നില്ല. ഒരു സസ്യം പോലും ഇവിടെ മുളക്കുകയില്ല. പച്ചപ്പോടുകൂടെ അവയ്ക്കൊന്നും നിലനിൽക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള ചൂടാണ് ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം താഴെയാണ് സൂര്യനെങ്കിൽ. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും അല്പം മുകളിലാണ് സൂര്യനെങ്കിലോ എല്ലാം ഹിമമായി, വെറും മഞ്ഞുകട്ടകൾ, മഞ്ഞുപാളികൾ മാത്രമായി ഈ ഭൂമി മാറിപ്പോകും. അവിടെയും മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്കൊന്നും ജീവിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അത് പരിവർത്തിപ്പിക്കപ്പെടുമെന്ന് ശാസ്ത്രലോകം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ വാസയോഗ്യമാകുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ, സസ്യങ്ങൾക്ക് ജീവിക്കാൻ, മൃഗങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്കൊക്കെ ജീവിക്കാനുള്ള അതിൻ്റെ രൂപത്തിൽ തന്നെ, അതിനൊക്കെ ജീവിക്കാൻ ഏത് രൂപത്തിലുള്ള വ്യവസ്ഥകൾ ആവശ്യമാണോ ആ വ്യവസ്ഥകളൊക്കെ നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സംവിധാനിച്ചിരിക്കുന്നത് എന്നത്, ഇതൊക്കെ യാദൃച്ഛികമായി രൂപപ്പെട്ടതല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ്.
ഇന്ന് യുക്തിവാദികളും ഭൗതികവാദികളും ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു മഹാവിസ്ഫോടനത്തിലൂടെ, ഒരു ബിഗ് ബാങ്കിലൂടെ പെട്ടെന്ന് അങ്ങനെ പൊട്ടിത്തെറിച്ചു, അങ്ങനെ യാദൃച്ഛികമായി അതൊക്കെ അങ്ങനെ അങ്ങ് ആയി മാറിയതാണ്. എങ്ങനെയാണ് യാദൃച്ഛികമായി ഇത്രത്തോളം ക്രമം ഇതിനുണ്ടാവുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആളുകൾ അത്തരം യുക്തിരഹിതമായ ചോദ്യങ്ങളോട് തിരിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിനൊക്കെ പിന്നിൽ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചൂട്, അതുപോലെ തന്നെ തണുപ്പ്, ഇതൊക്കെ ഭൗതികമായ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചൂട്, നമ്മൾ അനുഭവിക്കുന്ന ചൂട്, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തകത്തിന്നാറു ഇലാ റബ്ബിഹ, നരകം അല്ലാഹുവിനോട് ഒരിക്കലും ഒരു ആവലാതി പറഞ്ഞു, ഒരു പരാതി പറഞ്ഞു. ഫഖാലത്തു റബ്ബി അകല ബഅദി ബഅദ, അല്ലാഹുവിനോട് പറഞ്ഞു, ശക്തമായ ചൂട് കൊണ്ട് നരകത്തിന്റെ ചില ഭാഗങ്ങൾ നരകം തന്നെ ഭക്ഷിക്കുന്ന ചില അവസ്ഥയുണ്ട്. കത്തിക്കരിഞ്ഞു പോകുന്ന നരകത്തിന്റെ ചില ഭാഗങ്ങൾ അതിശക്തമായ ചൂടുകൊണ്ട്. ഫഅദിന ലഹാ ബിനഫ്സൈൻ, നഫ്സിൻ ഫിശ്ശിതാഇ വനഫ്സിൻ ഫിശ്ശൈഫ്, ഉഷ്ണകാലത്തും ശൈത്യകാലത്തും രണ്ട് കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ഒരു അനുമതി കൊടുത്തു, രണ്ട് നിശ്വാസം പുറത്തേക്ക് വിടാൻ, രണ്ട് നിശ്വാസം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർർ, ചൂടിൽ നിന്നും ശക്തമായ അസഹ്യമായ ചൂട് നിങ്ങൾ അനുഭവിക്കുന്നില്ലേ, അത് അതിൻ്റെ ഒരു നിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിശക്തമായ അതിശൈത്യത്തിൽ അതിശക്തമായ തണുപ്പ് നിങ്ങൾ അനുഭവിക്കുന്നതും ആ നരകത്തിന്റെ ഒരു നിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേ രൂപത്തിൽ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ, ചൂട് ശക്തമായി കഴിഞ്ഞാൽ, ളുഹറിന്റെ സമയത്താണ് അതിശക്തമായ ചൂടുണ്ടാവുക, നിങ്ങൾ ളുഹർ നമസ്കാരത്തെ പിന്തിക്കുക, കുറച്ച് പിന്നോട്ടാക്കുക, ആ സമയത്ത് തന്നെ നിസ്കരിക്കണമെന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ ശക്തമായ ചൂടുണ്ടല്ലോ അത് നരകത്തിയുടെ ജ്വാലയിൽപ്പെട്ടതാണ്, നരകത്തിന്റെ ചൂടിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അസഹ്യമായ ചൂടെന്ന് പറയുന്നു, കഠിനമായ ചൂട് എന്ന് പറയുന്നു. ഉച്ചക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല, ക്ഷീണിച്ചു പോവുകയാണ്. പണ്ടൊക്കെ പകല് ജോലി ചെയ്ത ആളുകൾക്ക് ചൂടുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്നൊക്കെ പലപ്പോഴും പ്രയാസത്തോടുകൂടെ അവരുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ പങ്കുവെക്കാറുണ്ട്. പക്ഷെ വിശ്വാസികളായ ആളുകൾ അവർ ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഇന്ന് സൂര്യൻ സൂചിപ്പിച്ചതുപോലെ 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തെക്കുറിച്ച് നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദിന ശംസു യൗമൽ ഖിയാമ, ഈ സൂര്യൻ ഇന്ന് 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ അതിങ്ങ് താഴോട്ട് വരും, അത് നമ്മുടെ അടുത്തേക്ക് വരും. മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മൈൽ ദൂരെയായിക്കൊണ്ട്, ഒരു മൈൽ ദൂരെയായിക്കൊണ്ട് സൂര്യൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട്, അതൊന്ന് ചൂട് കൂടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ പ്രയാസപ്പെടുകയാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് പുറത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അത് ഒരു മൈൽ താഴോട്ട്, ഒരു മൈൽ നമ്മുടെ അടുത്തേക്ക് ആ സൂര്യൻ കടന്നു വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് സഹോദരികളെ നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അർഖി
ഫമിൻഹും മയകൂനു ഇലാ കഅബൈ, അന്നേ ദിവസം ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയ ആളുകൾ ഉണ്ടാകും. അവരുടെ അമലുകളുടെ തോതനുസരിച്ചാണ് ആ സൂര്യന്റെ ചൂട്ടിലുള്ള അവരുടെ പ്രയാസങ്ങൾ. എത്രത്തോളം അമാലുകൾ, മരണം, മരണാനന്തര ജീവിതം അത് പ്രതീക്ഷിച്ച് അതിനു വേണ്ടി ഏത് രൂപത്തിലൊക്കെയുള്ള തയ്യാറെടുപ്പുകളാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള ചൂടും അതിനനുസരിച്ചിട്ടുള്ള പ്രയാസങ്ങളുമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ പെട്ട ചില ആളുകൾ ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻഹും മയകൂനു ഇലാ റുക്ബതൈ, കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങുന്ന അവസ്ഥ ചില ആളുകൾക്കുണ്ടാകും അവരുടെ അമലുകളുടെ തോതനുസരിച്ച്. അതുപോലെ തന്നെ വമിൻഹും മയകൂനു ഇലാ ഹഖ്വൈ, അവരുടെ അര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ. വമിൻഹും മയ്യുൽജിമുൽ അർഖു ഇൽജാമ, മുഴുവൻ വിയർപ്പിലായിക്കൊണ്ട് മുങ്ങി നിൽക്കുന്ന ആളുകൾ, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച ആളുകൾ, അവരുടെ അമലുകളുടെ തോതനുസരിച്ചിട്ട് അത്തരമുണ്ടാകും. വഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഇലാ ഫീ, അത് പറഞ്ഞപ്പോ നബി തന്റെ കൈവിരലുകളെ കൊണ്ടുതാ ഇവിടം വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, വായ വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ പരലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ പരിശോധിക്കേണ്ടതും അതാണ്. ഈ ദുനിയാവിലെ ചൂട്, മുമ്പില്ലാത്ത ചൂട്, മുമ്പൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, മുമ്പെങ്ങും നമ്മൾ അനുഭവിച്ചില്ലാത്ത അസഖ്യമായ ചൂട്. ഇന്ന് ഇലക്ട്രോണിക് ഷോപ്പുകളിലേക്ക് പോയാൽ AC ലഭിക്കാനില്ല എന്നാണ്, എയർ കണ്ടീഷന് വലിയ ഡിമാൻഡാണെന്നാണ്, ഫാന് പോലെയുള്ള തണുപ്പിക്കുന്ന ഉപകരണങ്ങൾ, ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഉപകരണങ്ങൾ, അതിനൊക്കെ വില കൂടി എന്നാണ്. പല ഇലക്ട്രോണിക് ഷോപ്പിലുള്ള ആളുകളും അതിൻ്റെയൊക്കെ വില കൂട്ടി എന്നാണ്. ചില പ്രൊഡക്ഷൻ ഇവിടെ നടക്കാത്തത് കൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ സെന്ററുകളിൽ ഫാനിന്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് പലതും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് എന്ന് ഷോപ്പിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നു. എന്തേ ഇങ്ങനെ? അതെ, ഇതിൽ നിന്നൊക്കെ വിശ്വാസികളാണ് പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ നമുക്ക് ഒന്ന് AC ഓണാക്കാം, ഇവിടെ നമുക്ക് ഫാൻ ഉപയോഗിക്കാം. സഹോദരങ്ങളെ, ഇതൊന്നും സാധിക്കാത്ത ഒരു ഖിയാമ, ഒരു ലോകം, ഒരു പരലോകം നമുക്ക് വരാനുണ്ട്. അവിടെ നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ അമാലുകൾ വർദ്ധിപ്പിക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നത്. പരലോകത്തെ അവസ്ഥ മാത്രമല്ല, മഹ്ശറയിലെ അവസ്ഥ മാത്രമല്ല, നരകത്തിന്റെ അവസ്ഥയെക്കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ഹാദിഹില്ലതി യൂഖിദു ബിനു ആദം ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹജ്രി ജഹന്നം. ഇവിടെ നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഏറ്റവും ശക്തമായ ഏത് തീയാവട്ടെ, എത്ര ചൂടുള്ള തീയാവട്ടെ, അതൊക്കെ നരക തീയുടെ 70% മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലെ അഗ്നിയുടെ 70% മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും ശക്തമായ തീയിന്റെ ചൂട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹാബത്ത് ഇത് കേട്ടപ്പോൾ പ്രയാസത്തോട് പറഞ്ഞു, വല്ലാഹി ഇൻ കാനത് ലകാഫിയതൻ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഇത് തന്നെ മതിയല്ലോ. ശിക്ഷക്കാണെങ്കിൽ, ശിക്ഷയ്ക്ക് നരകത്തിന്റെ ചൂട് ഇത് തന്നെ ധാരാളമാണല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഫഇന്നാ ഫുദ്ദിലത് അലൈഹി ബിതിസ്അത്തിൻ ജുസ്അൻ കുല്ലുഹാ മിസ്ലു ഹരിഹാ. ഇത് മാത്രമല്ല ഇതിന്റെ 69 ഇരട്ടി ചൂട് ഇനിയും കൂട്ടും. ഇവിടത്തെ തീയിന്റെ 69 ഇരട്ടി ചൂടായിരിക്കും നരകത്തിലെ ചൂട്. ആലോചിക്കണം, നരകത്തെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിക്കാനുള്ള സന്ദർഭങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടാകും, പലരും ധരിച്ചു വെച്ചിട്ടുണ്ടാകും, ഈ ശരീരമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. ഈ ശരീരമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ തീ തന്നെ മതി നമ്മളെ ശിക്ഷിക്കാൻ. ഇവിടുത്തെ ശരീരമല്ല നരകത്തിലെ ശരീരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകളിൽ, ചില ഹദീസുകളിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു പല്ല്, ആ പല്ലിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പല്ല്, ഒരു മുൻപല്ല് ഉഹദ് മലയോളം വലിപ്പുണ്ടാകുന്ന, അപ്പം ബാക്കി നമ്മൾ കൂട്ടിയാൽ മതി.
ആ ഉഹദ് മലയോളം വലിപ്പമുള്ള ആ പല്ല് ഇരിക്കുന്ന വായുള്ള മനുഷ്യൻ എത്രത്തോളം വലിപ്പമുണ്ടാകും? നമുക്കിന്ന് ഈ പള്ളിയിൽ ഇരിക്കാൻ എത്ര സ്ഥലം വേണമെന്ന് നമുക്കറിയാം. നമ്മുടെ കസേരയുടെ വലിപ്പം എത്രയെന്ന് നമുക്കറിയാം. 400 കിലോമീറ്റർ മക്കയിൽ നിന്ന് ബസറ വരെയുള്ള വഴി ദൂരം എത്രയാണോ അത്ര വലിപ്പം വേണം ഒരു മനുഷ്യൻ ഇരിക്കാൻ. എന്തിനാ ഇത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നതെന്നറിയോ? ആ മനുഷ്യരെയാണ് ഈ തീയിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല, അത്രയും ശക്തമായ തീയിലേക്ക് നമ്മളെയാണ് കൊണ്ടുപോകുന്നതെങ്കിലോ നമുക്കതിൻ്റെ ആവശ്യമില്ല. അവിടെ എത്തുന്നതിൻ്റെ മുമ്പേ നമ്മൾ കരിഞ്ഞു പോകും. പക്ഷേ നമ്മളെയല്ല, നമ്മെ ആ ശിക്ഷ അനുഭവിക്കാവുന്ന രൂപത്തിലേക്ക് റബ്ബ് പരിവർത്തിപ്പിക്കും. എന്നിട്ടാണ് നരകത്തിലെ തീയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. പറയുക പ്രവാചകരെ, പറഞ്ഞു കൊടുക്കുക നബിയെ, നാറു ജഹന്നം, നരകത്തിലെ തീ, അശദ്ദു ഹർറ, അതിശക്തമായ ചൂടുള്ളതാണ്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നരകത്തെക്കുറിച്ച്, അതിന്റെ തീയിനെക്കുറിച്ച്, അതിന്റെ ചൂടിനെക്കുറിച്ച്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്. ഇതൊക്കെ വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരിതിനെക്കുറിച്ച് ഇവിടെ വെച്ച് മനസ്സിലാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ അതിന്റെ 81-ാമത്തെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്സബൂന അന്നന്നാറ ജഹന്നമു മിസ്ല നാരിക്കും ഹാദിഹി. എന്താ അവർ വിചാരിച്ചിരിക്കുന്നത്? ജനങ്ങൾ വിചാരിക്കുന്നത് ഇത് നരകത്തിലെ അഗ്നി ഇവിടെയുള്ള തീ പോലെയാണ് എന്നാണോ? അല്ല, ഹിയ അശദ്ദു സബാദം മിനൽ ഖാർ. ആ തീ, അതിന്റെ തീയിന്റെ ആധിക്യത്താൽ അത് കറുത്ത് ടാറിനേക്കാൾ കറുത്തുപോയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ തീയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഏറ്റവും ഭീമാകാരമായ രൂപമാക്കിക്കൊണ്ടാണ് അള്ളാഹു ആ നരകത്തീയിലിട്ടുകൊണ്ട് മനുഷ്യരെ ശിക്ഷിക്കുന്നത്. അത്രയും നരകശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നരകത്തിലിടാൻ വേണ്ടിയിട്ട് അള്ളങ്ങനെ കൊതിച്ചു നിൽക്കാന്നല്ല. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ദൗർഭാഗ്യവാനല്ലാതെ നരകത്ത് പ്രവേശിക്കൂല എന്നുള്ളത്. അങ്ങേയറ്റം ദൗർഭാഗ്യവാനല്ലാതെ നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഈ സകലമാന വഴികളും റബ്ബ് നമുക്ക് തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് കാരുണ്യം അല്ലാഹു നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു. ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ളതാണ്. സ്വർഗത്തിലേക്കെത്താൻ പ്രയാസങ്ങളില്ല, സ്വർഗത്തിലേക്കെത്താൻ കഷ്ടപ്പാടുകളില്ല. ചെറിയൊരു ത്യാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്കെത്താൻ കഴിയും. തിന്മകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. പക്ഷേ അള്ളാഹുവിനെ ധിക്കരിച്ച് അത്തരം തിന്മകളിലൂടെയുള്ള ജീവിതത്തിൽ മാത്രം എല്ലാത്തിനെയും നിഷേധിച്ച് കുഫറിലായിക്കൊണ്ട് ശിർക്കിലായിക്കൊണ്ട് ആ രൂപത്തിലുള്ള ജീവിതം നയിച്ച ഹതഭാഗ്യവാന്മാർ മാത്രമാണ് നരകത്തിലേക്ക് എത്തുക എന്ന അള്ളാഹും പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ, ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തു നിസായിലെ 56-ാമത്തെ വചനം, അവിടെ നരകശിക്ഷയെ കുറിച്ചിട്ട് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറ. നരകത്തിലിട്ട് ചില ആളുകൾ, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു തള്ളിയവർ, അവിശ്വസിച്ച ആളുകൾ, അവരെ അള്ളാഹു നരകത്തിലിടും, അവരെ ശിക്ഷിക്കും. എന്നിട്ടോ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ. അവിടെ അവരുടെ ശരീരം ഇങ്ങനെ ഉരുകിയൊലിക്കും. നരകത്തിൽ ആ തീയിൽ കിടന്നിട്ട് ആ മനുഷ്യർ, ആ ഭീമാകാരന്മാരായ മനുഷ്യർ, അവരുടെ ശരീരത്തിന്റെ തൊലികളൊക്കെ ഇങ്ങനെ ഉരുകി ഒലിക്കും. അപ്പം ആ തൊലികളൊക്കെ ഇങ്ങനെ, മാംസമൊക്കെ ഇങ്ങനെ ഉരുകി ഒലിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും, കഴിഞ്ഞല്ലോ എന്ന്. അല്ല, അവിടെ അടുത്തത് ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവർക്ക് വീണ്ടും പകരം ഒരു ഫ്രഷ് തൊലിയും ഫ്രഷ് മാംസവും ഒക്കെ വീണ്ടും കൊടുക്കുകയാണ്. വീണ്ടും പഴയതുപോലെ തന്നെ വീണ്ടും അത് അവിടെ ശിക്ഷിക്കപ്പെടും. എന്തിനാണിത്? ലിയദൂഖുൽ അദാബ്. ആ ശിക്ഷ അവരനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അവരനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ആ നരകത്തെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരുപാട് ആയത്തുകളിലൂടെ നമുക്കിത് കാണാൻ സാധിക്കും. ഇടതുപക്ഷക്കാർ, നരകാവകാശികൾ, ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ, തിളച്ചു മറിയുന്ന ജലങ്ങളാണ്, പാനീയമാണ് അവർക്ക് കുടിക്കാൻ നൽകുന്നത്. അവർക്ക് ആ അഗ്നിയുടെ പുകയുടെ തണലായിരിക്കും അവർക്കുണ്ടാവുക എന്ന് പറയുന്നു. അവിടുത്തെ നരകത്തിലെ പാനീയം കുടിച്ചാൽ അവരുടെ ആമാശയങ്ങൾ ഛിന്ന ഭിന്നമായി പോകുമാറ് അതിശക്തമായ ചൂടുള്ള പാനീയമായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് ഇതുപോലെ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലെ ചൂടിന്റെ അവസ്ഥയാണ്, പരലോകത്തെ ചൂടിന്റെ അവസ്ഥയാണ്. ആ പരലോകത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചാൺ മുകളിൽ, ഒരു മൈൽ മുകളിലായിക്കൊണ്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂട് അത് 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂടാണ്. ഇത് സഹിക്കാൻ സാധിക്കാത്ത നമുക്ക് പരലോകത്തെ നരകത്തിലെ ആ ചൂട് സഹിക്കാൻ സാധിക്കുമോ എന്നും, ആ നരകത്തിൽ നിന്ന്, ആ മഹ്ശറയിലെ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതുമാണ് ബുദ്ധിമാന്മാരായ ആളുകൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അല്ലാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാത്ത, സൂര്യൻ തൊട്ടുമുകളിലായി ഉദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകും. അതിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. അതുപോലെ തന്നെ രണ്ടാമത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി തആല, യൗവനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയ ആളുകൾ. യൗവനം അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയും അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള മനസ്സുണ്ടാകുന്നു. ആരടാ എന്ന് ചോദിച്ചാൽ അതേ രൂപത്തിൽ മറുപടി പറയാനുള്ള രക്തത്തിളപ്പുള്ള, ആരോഗ്യമുള്ള, ചുറുചുറുക്കുള്ള ആ സമയം. പക്ഷേ മോശമായ വഴികളിലേക്ക് പോകാതെ റബ്ബിനെ ഓർത്തുകൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി ചെയ്തുകൊണ്ട് അവൻ്റെ ഇബാദത്തിലായി ജീവിക്കുന്ന യുവാവ്, അയാൾക്ക് പരലോകത്ത് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്തും അയാൾക്ക് അല്ലാഹു തണൽ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി, പള്ളിയുമായി, നമസ്കാരവുമായി, പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തിയ, സദാ പള്ളികളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവർക്ക് പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ അവർ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ആദർശത്തിൻ്റെ വിഷയത്തിൽ തന്നെയാണ് എന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലുൻ ജഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. സുന്ദരിയായ, അതുപോലെ തന്നെ തറവാടിത്തമുള്ള ഒരു സ്ത്രീ മോശമായ പ്രവർത്തനത്തിന് വേണ്ടി തന്നെ ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഇല്ല, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിയ പുരുഷനായാലും സ്ത്രീയായാലും അത്തരത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. പാവപ്പെട്ട ആളുകളെ പരിഗണിച്ച് അവർക്ക് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ
പക്ഷേ അയാൾ എല്ലാവരും കൊടുക്കുന്നത് പോലെയല്ല, അയാൾ കൊടുക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ല. എത്രത്തോളം തൻ്റെ വലം കൈ ദാനം ചെയ്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അത്രയും രഹസ്യമായി അള്ളാഹുവിന്റെ പ്രീതിയല്ലാത്ത മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സ്വതക്ക ചെയ്ത ദാനം ചെയ്ത ആളുകൾ അയാൾക്ക് അർശിന്റെ തണൽ ലഭിക്കും എന്ന് റസൂലുള്ളാഹ്. അവസാനം വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത് ഐന, ഒറ്റക്കിരുന്നു, ആരുമില്ല കൂടെ. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചോർത്ത്, തൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോർത്ത്, പരലോകത്തെക്കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, ഗ്രന്ഥം നൽകപ്പെടുന്നതിനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് തൻ്റെ കണ്ണ് നനയുന്ന മനുഷ്യർ. അങ്ങനെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ കരഞ്ഞത്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആ രൂപത്തിൽ അയാളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട് എങ്കിൽ, അയാളുടെ കവിളിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അർശിന്റെ തണല് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ തണലല്ലാത്ത മറ്റൊരു തണലും, അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും പരലോകത്തില്ല എന്നുള്ള ബോധ്യമാണ് നമ്മെ ഈ രൂപത്തിലുള്ള ജീവിതത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇതിലൂടെ ഈ രൂപത്തിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന അപകടം അവിടെ പോയി ആരും ഇങ്ങോട്ട് വന്നു പറഞ്ഞു തന്നിട്ടില്ല. മറിച്ച് അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ വെളിപാടിലൂടെ, വഹയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. അതിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി സ്വന്തത്തോട് ചോദിക്കുക, എവിടെയാണ് പോരായ്മകളുള്ളത്? നാളെ അർശിന്റെ തണല് കിട്ടുന്ന പ്രവർത്തനത്തിൽ അത്തരത്തിലുള്ള വ്യക്തിയിൽ ഉൾപ്പെടുന്ന ആളാണോ ഞാൻ? അതിലേത് കൂട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടുക എന്നുള്ള ചോദ്യവും അതിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമവും നമ്മിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.